ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാക്ക് എന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ ഒരു ആപ്ലിക്കേഷനാണ് ഇവാലുവേഷൻ ഓഫ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ്റെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷന് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ നമുക്ക് 3 തരത്തിലുള്ള നൊട്ടേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു എക്സ്പ്രഷനെ 3 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇൻഫിക്സ് നൊട്ടേഷൻ, പ്രിഫിക്സ് നൊട്ടേഷൻ, പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. For infix notation means the operator come in between operands is infix notation. Prefix notation means operator come before operands. Postfix notation means operator come after operands. അതായത് എക്സ്പ്രഷനുകളിൽ 2 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക: ഓപ്പറാൻഡ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സുകൾക്കിടയിൽ വരുന്നതിനെ നമ്മൾ ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയും. ദെൻ ഓപ്പറേറ്റർ കം ബിഫോർ ഓപ്പറാൻഡ്സ്, ഓപ്പറാൻഡ്സിന് മുന്നേ ഓപ്പറേറ്റേഴ്സ് വരുന്നതിനെ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയും. ഓപ്പറേറ്റർ കം ആഫ്റ്റർ ഓപ്പറാൻഡ് ഈസ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. 3 നൊട്ടേഷനുകളാണ് ഒരു അരിത്തമാറ്റിക് എക്സ്പ്രഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ പ്രിഫിക്സ് നൊട്ടേഷനെ നമ്മൾ പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് പറയും. ഇനി ഒരു എക്സ്പ്രഷൻ്റെ ഇവാലുവേറ്റ് അരിത്തമാറ്റിക് എക്സ്പ്രഷന് വേണ്ടി 2 സ്റ്റെപ്പുകളാണ് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ഉള്ളത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് എക്സ്പ്രഷൻ ടു പോസ്റ്റ്ഫിക്സ്. അതായത് തരുന്ന നമ്മളെ സി പ്രോഗ്രാമിലാണെങ്കിൽ അതിൽ എഴുതുന്ന എക്സ്പ്രഷനുകളെല്ലാം ഇൻഫിക്സ് നൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ആ ഇൻഫിക്സ് നൊട്ടേഷനെ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഇവാലുവേറ്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ആ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇതാണ് ഒരു എക്സ്പ്രഷൻ്റെ ഇവാലുവേഷനിൽ ഉപയോഗിക്കുന്ന 2 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് ഇൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് നൊട്ടേഷനിലുള്ള ഒരു എക്സ്പ്രഷനെ പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. സോ നമ്മൾ അതിൻ്റെ അൽഗോരിതമാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പുഷ് എ ലെഫ്റ്റ് പാരന്തസിസ് ടു സ്റ്റാക്ക് ആൻഡ് ആഡ് റൈറ്റ് പാരന്തസിസ് ടു ദി എൻഡ് ഓഫ് ക്യൂ. അതായത് 2 കാര്യങ്ങളാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫിക്സ് നൊട്ടേഷനും, അതിൽ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ക്യൂ എന്നത് ഒരു ഇൻഫിക്സ് നൊട്ടേഷനും, ക്യാപിറ്റൽ പി എന്നത് നമുക്ക് കിട്ടുന്ന റിസൾട്ടായ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനും ആണെങ്കിൽ അത് വെച്ചാണ് ഈ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് പാരന്തസിസ് ആദ്യം സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. നമുക്കൊരു സ്റ്റാക്ക് ഉണ്ടായിരിക്കും, ആ സ്റ്റാക്ക് ഉപയോഗിച്ചാണ് ഈ ഒരു കൺവേർഷൻ നടത്തുന്നത്. സോ ആദ്യം അതിലെ സ്റ്റാക്കിലേക്ക് ലെഫ്റ്റ് പാരന്തസിസ് പുഷ് ചെയ്യുന്നു. ദെൻ റൈറ്റ് പാരന്തസിസ് ക്യൂ എന്ന് പറയുന്ന ആ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ അവസാനം ഫിറ്റ് ചെയ്യുന്നു. അതായത് ആ ഇൻഫിക്സ് നൊട്ടേഷനെയാണ് നമ്മൾ പോസ്റ്റ്ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് പോസ്റ്റ്ഫിക്സ് ഒരു ലെഫ്റ്റ് പാരന്തസിസ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ റൈറ്റ് പാരന്തസിസ് റിസൾട്ടായി ഈ ഒരു കൺവേർട്ട് ചെയ്യേണ്ട ഇൻഫിക്സ് നൊട്ടേഷൻ്റെ അവസാനത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാൻ ക്യൂ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റിപ്പീറ്റ് സ്റ്റെപ്പ് 3 to 6 ഫോർ ഈച്ച് എലമെൻറ്റ് ഓഫ് ക്യൂ അൺടിൽ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. അതായത് ക്യൂ എന്ന് പറയുന്ന ഇൻഫിക്സ് നൊട്ടേഷനെ സ്കാൻ ചെയ്യുക ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതിനുശേഷം 3 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റഡ് എക്സിക്യൂട്ട് ചെയ്യുക അൺടിൽ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് ഇഫ് ആൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ് ആഡ് ഇറ്റ് ടു പി. ഒരു ഓപ്പറാൻഡ് ആണ് വരുന്നതെങ്കിൽ അത് പി എന്ന് പറയുന്ന റിസൾട്ട് ആയിട്ടുള്ള പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുക. ദെൻ ഇഫ് ലെഫ്റ്റ് പാരന്തസിസ് ഈസ് എൻകൗണ്ടേർഡ് പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്ക്. ലെഫ്റ്റ് പാരന്തസിസ് ആണ് കൗണ്ടേർഡ് കാണുന്നതെങ്കിൽ അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഒരു ഓപ്പറേറ്ററാണ് എൻകൗണ്ടേർഡ് ചെയ്യുന്നതെങ്കിൽ ഇഫ് ആൻ ഓപ്പറേറ്റർ ഈസ് എൻകൗണ്ടേർഡ്, ഓപ്പറേറ്റർ ആണെങ്കിൽ 2 സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ടു പി ഈച്ച് ഓപ്പറേറ്റർ വിച്ച് ഹാസ് സേവ് പ്രിസിഡൻസ് ഓർ ഹയർ ദാൻ
ഹയർ പ്രസിഡൻസ് ദാൻ ഓപ്പറേറ്റർ. അതായത് ഒരു ഓപ്പറേറ്ററാണ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ റിപ്പീറ്റഡ്ലി പോപ്പ് ചെയ്യണം, സ്റ്റാക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് പോപ്പ് പെർഫോം ചെയ്യുക. ആൻഡ് ഓരോ പോപ്പ് പെർഫോം ചെയ്യുമ്പോഴും അത് പി എന്ന റിസൾട്ട് ആയിട്ടുള്ള പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുക. ഒരു ആ ഓപ്പറേറ്റർക്ക് സെയിം പ്രസിഡൻസോ അല്ലെങ്കിൽ ഹയർ പ്രസിഡൻസോ ആയ കേസിലെല്ലാം ഇത് റിപ്പീറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം ആഡ് ഓപ്പറേറ്റർ ടു സ്റ്റാക്ക്, ആ ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇഫ് എ റൈറ്റ് പാരന്തസിസ് എൻകൗണ്ടേർഡ് ആണെങ്കിൽ റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ഇറ്റ് ടു പി ഈച്ച് ഓപ്പറേറ്റർ അൻറ്റിൽ എ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. റൈറ്റ് പാരന്തസിസ് ആണ് എൻകൗണ്ടർ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുക. ഓരോ ഓപ്പറേറ്ററും റിപ്പീറ്റഡ്ലി പോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ഇറ്റ് ടു പി, പിയിലെ എന്ന റിസൾട്ടിലേക്ക് ആഡ് ചെയ്യുക അൺടിൽ എ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്യുന്നവരെ അത് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ആ ലെഫ്റ്റ് പാരന്തസിസ് റിമൂവ് ചെയ്യുക ആൻഡ് എക്സിറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അൽഗോരിതം പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഈ ഒരു അൽഗോരിതത്തിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചുള്ള എക്സിക്യൂഷനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഇൻഫിക്സ് നൊട്ടേഷൻ a+b/c. ദെൻ നമുക്ക് കിട്ടുന്ന പി എന്ന് പറയുന്ന പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഈ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്ന സ്റ്റാക്ക് 6 സൈസുള്ളൊരു സ്റ്റാക്കാണ്. സ്റ്റാക്കിലെ ടോപ്പ് ഇനീഷ്യലി 0 ആണ്. ദെൻ അൽഗോരിതം വെച്ച് എക്സിക്യൂട്ട് ചെയ്യാണ്. ഫസ്റ്റ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് പുഷ് എ ലെഫ്റ്റ് പാരന്തസിസ് ടു സ്റ്റാക്ക് ആൻഡ് റൈറ്റ് പാരന്തസിസ് ടു എൻഡ് ഓഫ് ക്യൂ. അതായത് സ്റ്റാക്കിലേക്ക് ലെഫ്റ്റ് പാരന്തസിസ് പുഷ് ചെയ്യുക. സോ സ്റ്റാക്കിലേക്ക് ഞാൻ ലെഫ്റ്റ് പാരന്തസിസ് പുഷ് ചെയ്യുന്നു. സോ പുഷ് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് 1 ആയി മാറി. ദെൻ എ റൈറ്റ് പാരന്തസിസ് ടു എൻഡ് ഓഫ് ക്യൂ, ക്യൂവിൻ്റെ എൻഡിൽ ഒരു റൈറ്റ് പാരന്തസിസ് പുഷ് ചെയ്തു, ആഡ് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് സ്കാൻ ക്യൂ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റിപ്പീറ്റ് 3 to 6. സ്റ്റെപ്പ് 3 to 6 റിപ്പീറ്റ് ചെയ്യാനാണ് ക്യൂ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുക. ക്യൂ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്യുക. അതുപോലെ 3 മുതൽ 6 വരെയുള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക അൺടിൽ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യുക. സോ തേർഡ് സ്റ്റെപ്പ് ഇഫ് ആൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടർ. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് പാരന്തസിസ് ആണ്. സോ ആ കേസാണ് നമ്മൾ നോക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡ് എൻകൗണ്ടർ ചെയ്താലാണ്. നാലാമത്തെ സ്റ്റെപ്പ് ഒരു ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്തതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒരു ഓപ്പറേറ്റർ എൻകൗണ്ടർ ചെയ്തതിലാണ്. ആറാമത്തെ സ്റ്റെപ്പ് ഒരു റൈറ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്തതിലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഫോർത്ത് സ്റ്റെപ്പാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇഫ് എ ലെഫ്റ്റ് പാരന്തസിസ് ഈസ് എൻകൗണ്ടേർഡ്, പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. പുഷ് ചെയ്തു. ലെഫ്റ്റ് പാരന്തസിസ് ടോപ്പ് 2. ദെൻ നെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നത് ഈസ് ആൻ ഓപ്പറാൻഡ്. സോ തേർഡ് സ്റ്റെപ്പ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇഫ് ആൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ് ആഡ് ഇറ്റ് ഇൻ ടു പി. അപ്പോൾ പി എന്ന ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ഇറ്റ് ഇൻ ടു പി. ദെൻ നെക്സ്റ്റ് സ്കാനിങ് ഈസ് ആൻ ഓപ്പറേറ്റർ. സോ ഫിഫ്ത്ത് സ്റ്റെപ്പായി എക്സിക്യൂട്ട് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഇഫ് ആൻ ഓപ്പറേറ്റർ ഈസ് എൻകൗണ്ടേർഡ് റിപ്പീറ്റഡ്ലി പ്രോപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ഇറ്റ് ടു പി. അതായത് സ്റ്റാക്കിൽ നിന്ന് റിപ്പീറ്റഡ്ലി പോപ്പ് ചെയ്യുക. ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ടു പിയിലേക്ക് ആഡ് ചെയ്യുക. ഈച്ച് ഓപ്പറേറ്റർ വിച്ച് ഹാസ് സെയിം പ്രസിഡൻസ് ഓർ ഹയർ പ്രസിഡൻസ് ദാൻ ഓപ്പറേറ്റർ. ഇവിടെ പോപ്പ് ചെയ്യാനായി എലമെൻറ്റുകളൊന്നും ഓപ്പറാൻഡ്സ് ഒന്നുമില്ല. സോ നമ്മൾ അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ബി എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക. ആഡ് ഓപ്പറേറ്റർ ടു സ്റ്റാക്ക്. ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ടോപ്പ് 3. ദെൻ നെക്സ്റ്റ് സ്കാനിങ് ചെയ്യുന്നത് ഈസ് ആൻ ഓപ്പറാൻഡ്. ഇഫ് ആൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ്, ഓപ്പറാൻഡ് എൻകൗണ്ടർ ചെയ്താൽ ദിസ് ഈസ് ആഡ് ഇറ്റ് ഇൻ ടു പി. പിയിലേക്ക് ആഡ് ചെയ്യുക. സോ ബി.
ദെൻ നെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നത് if a right parenthesis is encountered, സിക്സ്ത് സ്റ്റെപ്പ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. സിക്സ്ത് സ്റ്റെപ്പ് റിപ്പീറ്റഡ്ലി പോപ്പ് അപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ടു പി ഈച്ച് ഓപ്പറേറ്റർ അൺടിൽ എ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. ഒരു ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്യുന്നവരെ എല്ലാ ഓപ്പറേറ്ററുകളും പോപ്പ് ചെയ്യാം. സോ ആദ്യം പോപ്പ് ചെയ്യുന്നത് ഈ ഒരു എലമെൻ്റ് ആയിരിക്കും, കാരണം ലാസ്റ്റ് പുഷ് ചെയ്ത എലമെൻറ്റ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ലാസ്റ്റ് പുഷ് ചെയ്ത എലമെൻ്റ് ആയിരിക്കും ആദ്യം പോപ്പ് ചെയ്യുന്നത്. സോ പ്ലസ് പോപ്പ് ചെയ്യുന്നു ആൻഡ് ആഡ് ഇറ്റ് ഇൻ ടു പി, പിയിലേക്ക് ആഡ് ചെയ്യുന്നു അൺടിൽ എ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. സോ നെക്സ്റ്റ് പോപ്പ് ചെയ്യുന്നത് ഇവിടെ ഇത് പോപ്പ് ചെയ്ത ശേഷം സ്റ്റാക്കിൽ ടോപ്പ് 2 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പോപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് പാരന്തസിസ്. സോ ലെഫ്റ്റ് പാരന്തസിസ് പോപ്പ് ചെയ്തു. ലെഫ്റ്റ് പാരന്തസിസ് പോപ്പ് ചെയ്ത ശേഷം അതിനുശേഷം അതുവരെയാണ് അൺടിൽ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. സോ ഈ ലെഫ്റ്റ് പാരന്തസിസ് പോപ്പ് ചെയ്തു. സോ ഇവിടെ ടോപ്പ് അഗെയിൻ 1 ആയി മാറി. ദെൻ റിമൂവ് ലെഫ്റ്റ് പാരന്തസിസ് റിമൂവ് ചെയ്തു. സോ ഇപ്പോൾ ടോപ്പ് 1 ആണ്. ദെൻ നെക്സ്റ്റ് എൻകൗണ്ടർ ഈസ് എൻ ഓപ്പറേറ്റർ. ഇഫ് എൻ ഓപ്പറേറ്റർ ഈസ് എൻകൗണ്ടേർഡ്, repeatedly pop from stack and add it to p each operator which has same precedence or higher precedence than operator. സോ ഇനിയിപ്പോൾ ഒരു ബ്രാക്കറ്റ് മാത്രമാണ് പോപ്പ്. ഇപ്പോൾ ടോപ്പ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഒരു ലെഫ്റ്റ് പാരന്തസിസ് മാത്രമാണ് സ്റ്റാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ദെൻ അതിൽ ബി, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ബി ആഡ് ഓപ്പറേറ്റർ ടു സ്റ്റാക്ക്. സോ ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ മൾട്ടിപ്ലിക്കേഷനാണ് പുഷ് ചെയ്യുന്നത്. സെക്കൻഡ് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. സോ ടോപ്പ് 2 ഇതായിരിക്കില്ല, ഇത് പോപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നത് സി ഈസ് എൻ ഓപ്പറാൻഡ്. ഇഫ് എൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ്, ആഡ് ഇറ്റ് ഇൻ ടു പി, അത് പിയിലേക്ക് ആഡ് ചെയ്യുക. സോ സി ആഡ് ചെയ്തു. ദെൻ സി ആഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നത് റൈറ്റ് പാരന്തസിസ് എൻകൗണ്ടർ റിപ്പീറ്റഡ്ലി പോപ്പ് അപ്പ് ഫ്രം സ്റ്റാക്ക് ആൻഡ് ആഡ് ഇറ്റ് ഇൻ ടു പി ഈച്ച് ഓപ്പറേറ്റർ അൺടിൽ എ ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ. ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ എന്നിവ പോപ്പ് ചെയ്യുക. സോ ആദ്യം പോപ്പ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇത് പോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ടോപ്പ് 1 ആയി മാറി. പോപ്പ് ചെയ്തു, അത് പിയിലേക്ക് ആഡ് ചെയ്തു. സ്റ്റാർ. ദെൻ റിമൂവ്. നെക്സ്റ്റ് ലെഫ്റ്റ് പാരന്തസിസ് ആണ്. ലെഫ്റ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ദെൻ ലാസ്റ്റ് എലമെൻറ്റും സ്കാൻ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് കിട്ടുന്ന പി എ ബി പ്ലസ് സി സ്റ്റാർ. അതാണ് ഈ ഒരു ഇൻഫിക്സ് നൊട്ടേഷൻ്റെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. നമ്മൾ കൺവേർട്ട് ചെയ്ത പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? സോ അതിൻ്റെ അൽഗോരിതമാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആഡ് എ റൈറ്റ് പാരന്തസിസ് അറ്റ് ദ എൻഡ് ഓഫ് പി. പി എന്ന് പറയുന്ന പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ എൻഡിൽ ഒരു റൈറ്റ് പാരന്തസിസ് ഇൻസേർട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ റൈറ്റ് പാരന്തസിസ് വരുന്നത് വരെ ഈ ഒരു 3-4 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. ഫ്രം പി എന്ന ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാൻ ചെയ്ത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ ഇഫ് എൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ് പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്ക്. ഒരു ഓപ്പറാൻഡ് ആണ് എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓപ്പറേറ്റർ ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ സ്റ്റാക്കിലെ 2 ടോപ്പ് എലമെൻറ്റുകളെ റിമൂവ് ചെയ്യുക. അത് ഇവാലുവേറ്റ് ചെയ്യുക, ആ ഒരു ഓപ്പറേറ്റർ വെച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ റിസൾട്ട് സ്റ്റാക്കിൽ പ്ലേസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഈ 3-4 സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം അൺടിൽ എ റൈറ്റ് പാരന്തസിസ് എൻകൗണ്ടർ ചെയ്യുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ആ ഒരു സ്റ്റാക്കിലുള്ള അവസാനത്തെ വാല്യൂ നമുക്ക് റിസൾട്ടായിട്ട് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷനാണ് നോക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഇവാലുവേഷൻ നോക്കുക. അപ്പോൾ നമ്മൾ അൽഗോരിതത്തിൽ ഒരു ഓപ്പറേറ്റർ എൻകൗണ്ടർ ചെയ്യുന്ന നേരത്ത് 2 ടോപ്പ് എലമെൻറ്റുകൾ, സ്റ്റാക്കിലെ 2 ടോപ്പ് എലമെൻറ്റുകൾ
പോപ്പ് ചെയ്യുക. ദെൻ അതിനെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം റിസൾട്ട് നേരെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഒരു ഓപ്പറാൻഡാണ് എൻകൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഓപ്പറാൻഡ് എൻകൗണ്ട് ചെയ്യുന്ന നേരത്ത് ആ ഓപ്പറാൻഡിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്ന സിമ്പൽ ലെഫ്റ്റ് 2 കോളമാണ് ഇതിലുള്ളത്. ഓരോ ലെഫ്റ്റ് കോളത്തിൽ സ്കാൻ ചെയ്യുന്ന സിമ്പലും റൈറ്റ് കോളത്തിൽ സ്റ്റാക്കുമാണ് കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് 5 സ്കാൻ ചെയ്യുമ്പോൾ 5 പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ഒരു ഓപ്പറാൻഡ് ആയതുകൊണ്ട് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ 6 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു, 2 സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഒരു ഓപ്പറേറ്ററാണ് എൻകൗണ്ട് ചെയ്യുന്നത്. പ്ലസ് എന്ന ഓപ്പറേറ്റർ എൻകൗണ്ട് ചെയ്യുന്നിടത്ത് 2 ടോപ്പ് എലിമെൻറ്റുകൾ റിമൂവ് ചെയ്തു. 6, 2 2 ടോപ്പ് എലിമെൻറ്റ് റിമൂവ്, അതിനെ പ്ലസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്തു. സോ 6, 2 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 8. പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്, ഓപ്പറേറ്ററാണ്. സോ 2 ടോപ്പ് എലിമെൻറ്റുകൾ റിമൂവ് ചെയ്തു, അതിനെ സ്റ്റാർ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്തു. 5 × 8 40. പുഷ് ഇറ്റ് ഇൻ ടു സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഓപ്പറാൻഡാണ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓപ്പറാൻഡാണ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓപ്പറേറ്ററാണ്, 2 ടോപ്പ് എലിമെൻറ്റുകൾ റിമൂവ് ചെയ്തു. 12 ഡിവൈഡഡ് ബൈ 3 14 3. ദെൻ അഗെയിൻ ഓപ്പറേറ്റർ. സോ 40 - 3 37. സോ ഇതായിരിക്കും ഈ എക്സ്പ്രഷൻ വാല്യൂവേറ്റ് ചെയ്താലുള്ള